നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊരട്ടി ചെറുവാളൂരിൽ വാഹനത്തിൽ കയറ്റി വന്ന വൈക്കോലിന് തീപിടിച്ചു. ലോറി വൈദ്യുതി ലൈനിൽ തട്ടിയാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനയെത്തി തീയണച്ചു. മാള ഹോമിയോ ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലത്ത് മോട്ടോർ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. മേത്തല എൽത്തുരുത്ത് കോമ്പാത്ത് ശ്രീകുമാറിന്റെ മകൻ 20 വയസ്സുള്ള ആദിത്യനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കൊരട്ടി ചെറുവാളൂരിൽ വാഹനത്തിൽ കയറ്റി വന്ന വൈക്കോലിന് തീപിടിച്ചു. കൊരട്ടി പുളിക്കക്കടവ് റോഡിൽ ചെറുവാളൂർ മൃഗാശുപത്രി ജംഗ്ഷനിൽ ഇന്ന് രാവിലെയാണ് സംഭവം. ചെറുവാളൂർ പാടശേഖരത്തിൽ നിന്നും വൈക്കോലുമായി വന്ന ലോറി വൈദ്യുതി ലൈനിൽ തട്ടിയാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനയെത്തി തീയണച്ചു. മാള ഹോമിയോ ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കാർ ഭാഗികമായി തകർന്നു. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നെങ്കിലും ആളപായമില്ല. മാളയിലും പരിസരങ്ങളിലുമായി പൊതുജനങ്ങളെയും സ്ഥാപനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കിയുള്ള വൈദ്യുതി പോസ്റ്റിലിടിച്ചുള്ള അപകടം തുടർക്കഥയാവുകയാണ്. പോസ്റ്റ് ഒടിഞ്ഞാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കണമെങ്കിൽ സമയമെടുക്കും. ആഴ്ചയിൽ ഒന്നെന്ന രീതിയിലാണ് പോസ്റ്റ് ഇടിച്ച് തകർത്തുകൊണ്ടുള്ള അപകടങ്ങൾ നടക്കുന്നത്. ഇത്തരത്തിലുണ്ടായ അപകടങ്ങളിലെല്ലാം വാഹനയാത്രക്കാർക്ക് അപകടം പറ്റാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് വേണം കരുതാൻ. ലഹരിയോ ഉറക്കക്കുറവോ ശ്രദ്ധക്കുറവോ പലതുമാവാം ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണം. വാഹനം ഓടിക്കുന്ന നാം ഓരോരുത്തരും ശ്രദ്ധിച്ചാലേ ഇതിനൊരു പരിഹാരമുണ്ടാകൂ. മീഡിയ ടൈം, മാള. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലത്ത് മോട്ടോർ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. മേത്തല എൽത്തുരുത്ത് കോമ്പാത്ത് ശ്രീകുമാറിന്റെ മകൻ 20 വയസ്സുള്ള ആദിത്യനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അപകടം. ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു ആദിത്യൻ. ഗുരുതരമായി പരിക്കേറ്റ ആദിത്യനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം. അന്നമനട ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ആവണപ്പറമ്പ് പ്രദീപ് നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് കൊടിപ്പുറത്ത് വിളക്ക് ചടങ്ങ് നടന്നു. മാർച്ച് 8 വരെയുള്ള 10 ദിവസങ്ങളിലാണ് ഉത്സവാഘോഷങ്ങൾ. എല്ലാ ദിവസവും രാവിലെ മുതൽ ക്ഷേത്ര ചടങ്ങുകൾ, പകലും രാത്രിയുമായി വിവിധ ക്ഷേത്രകലകൾ, മറ്റു കലാപരിപാടികൾ എന്നിവ നടക്കും. മാർച്ച് 4, 6 തീയതികളിൽ ഉത്സവ ബലിദർശനം, 7 രാവിലെ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം, വൈകിട്ട് 3 ആനയൂട്ട്, കാഴ്ചശീവേലി, കുടമാറ്റം എന്നിവയാണ് മറ്റു പ്രധാന ചടങ്ങുകൾ. മാർച്ച് 8 ശനിയാഴ്ച ആറാട്ട് സദ്യ, കൊടിയിറക്കം, ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് കഞ്ഞി വിതരണം, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയുടെ ഉത്സവം സമാപിക്കും.
അഴീക്കോട് തീരക്കടലിൽ രാത്രികാല കരവലി നടത്തിയ ബോട്ട് ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ സിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ നടത്തിയ പരിശോധനയിലാണ് അഞ്ചങ്ങാടി തെക്ക് പടിഞ്ഞാറ് അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന എറണാകുളം പള്ളിപ്പുറം സ്വദേശി കാവാലംകുഴി വീട്ടിൽ ഓമന ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള അനീന എന്ന ബോട്ട് അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ പിടിച്ചെടുത്തത്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ബോട്ടിലെ മത്സ്യം അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ലേലം ചെയ്ത് ലഭിച്ച തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് 2,75,000 രൂപയടക്കം സർക്കാരിലേക്ക് പിഴ ഈടാക്കി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തനൂരാൻ അറിയിച്ചു. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെള്ളാങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോണത്തുകുന്നിലെ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. ആശാവർക്കർമാരോട് പഞ്ചായത്ത് നടത്തുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും വാക്കൌട്ട് നടത്തിയിറങ്ങിയ UDF മെമ്പർമാരും സമരത്തോടൊപ്പം ചേർന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് EV സജീവ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AA മുസമ്മിൽ നേതൃത്വം നൽകിയ പ്രതിഷേധ സമരത്തിൽ AR രാമദാസ്, സാബു കണ്ടത്തിൽ, V മോഹൻദാസ്, പ്രശോഭ് അശോകൻ, സലീം അറക്കൽ, PG ജോസഫ്, മഹേഷ് ആലിങ്ങൽ, CK റാഫി, റസിയ അബു, മായ രാമചന്ദ്രൻ, ജബി അലിയർ, പഞ്ചായത്ത് അംഗങ്ങളായ ഷംസു വെളുത്തേരി, MH ബഷീർ, നസീമ നാസർ, സദക്കത്തുള്ള, K കൃഷ്ണകുമാർ, മഞ്ജു ജോർജ്, ജാസ്മിൻ ജോയ് തുടങ്ങിയവരും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു. എല്ലാം കഴിഞ്ഞ് കേരളം ഭദ്രമായപ്പോൾ ഒരു ശൈലജ ടീച്ചറുടെ പേരിൽ ഞാനാണ് ഈ കേരളത്തെ എൻ്റെ കൈകളില്ലായിരുന്നെങ്കിൽ ഈ കേരളം വഴുതിപ്പോയേനെ എന്നുള്ള നിലയിലേക്ക് ശ്രീ പിണറായി വിജയനും ശ്രീമതി ടീച്ചറുമൊക്കെ അവകാശപ്പെടുമ്പോഴും അവിടെയൊക്കെ നിസ്സഹായരായി നോക്കി നിന്ന പാവപ്പെട്ട ആശാവർക്കർമാരായിട്ടുള്ള സ്ത്രീകളുടെ ആ ദൈന്യത കണ്ടില്ലെന്ന് പിടിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഈ ക്രൂര മനസ്ഥിതിക്കെതിരെയാണ് വെള്ളാങ്ങല്ലൂരിലെ UDF മെമ്പർമാർ ഒന്നടങ്കം കമ്മിറ്റിയിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ആ പ്രമേയത്തെ അവർ അംഗീകരിക്കാതിരുന്നപ്പോൾ ആ പ്രമേയത്തെ വിപ്ലവങ്ങളുടെ സമര പോരാട്ടങ്ങളിൽ നിന്ന് തീജ്വാലകളായി ഉയർന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ നയിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു സമര പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി കൊടുത്ത ഒരു പ്രമേയത്തിന് പിന്തിരിഞ്ഞു നിന്നപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ മുഴുവൻ ഈ ആ കമ്മിറ്റി ബഹിഷ്കരിച്ചുകൊണ്ട് അവിടുന്ന് വാക്കൗട്ട് നടത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൻ്റെയും ഒക്കെ സമ്മതത്തോടെയും അറിവോടെയും പിന്തുണയോടെയും ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. വരാക്കര കപ്പേളയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വരാക്കര പയ്യാക്കര സ്വദേശി മലപ്പാൻ വീട്ടിൽ ജോസിന്റെ മകൻ 41 വയസ്സുള്ള നിക്സൺ ആണ് മരിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ആമ്പല്ലൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ഓട്ടോ തെക്കേക്കര റോഡിലേക്ക് തിരിയുന്നതിനിടെ പുറകിൽ വന്ന ബൈക്ക് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊരട്ടി ചെറുവാളൂരിൽ വാഹനത്തിൽ കയറ്റി വന്ന വൈക്കോലിന് തീപിടിച്ചു. ലോറി വൈദ്യുതി ലൈനിൽ തട്ടിയാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനയെത്തി തീയണച്ചു. മാള ഹോമിയോ ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലത്ത് മോട്ടോർ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. മേത്തല എൽത്തുരുത്ത് കോമ്പാത്ത് ശ്രീകുമാറിന്റെ മകൻ 20 വയസ്സുള്ള ആദിത്യനാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.